ഹായ് ആസ്പിരൻസ്. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ലീനിയർ ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സ് പ്ലസ് 2y ഈക്വൽ ടു 11 2x പ്ലസ് y ഈക്വൽ ടു 10 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിലോട്ട് പോവാം സ്റ്റുഡൻസ്. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2 × 10 വിച്ച് ഈസ് ഈക്വൽ ടു 20 മൈനസ് കൊടുക്കുക. ദെൻ 11 × വൈയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പൊ 11 × 1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? 11 ആണ് വരിക അല്ലെ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ് പോയത് അല്ലെ. ഇനി നമ്മൾ ജസ്റ്റ് അതിന്റെ റിവേഴ്സ് ചെയ്ത് നോക്കുക. അതായത് ഇവിടുന്ന് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് വരിക. 2 × 2 എത്ര വരിക? 4 ആണ് വരിക. മൈനസ് സിമ്പിൾ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ് വരിക, വൈയുടെ കോഎഫിഷ്യന്റും 1 ആണ് വരിക അല്ലെ. therefore 1 × 1 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ് കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക? 9/3 ആണ് വരിക അല്ലെ. അപ്പോൾ ഇത് ഏതിന്റെ റിസൾട്ട് ആണ് കിട്ടുക എന്ന് ചോദിച്ചാൽ എക്സിന്റെ കൺസേൺഡ് ആയിട്ടുള്ള റിസൾട്ട് ആണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയ സ്റ്റുഡൻസ്? 3 ആണ് എക്സിന്റെ വാല്യൂ കിട്ടുക അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ 3 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് വൈയുടെ വാല്യൂവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. എങ്ങനെ ചെയ്യാൻ പറ്റും? എക്സ് പ്ലസ് 2y എന്നാണ് പറയുന്നത് അല്ലെ. അതായത് 3 + 2y ഈക്വൽ ടു 11 എന്നാണ് പറയുന്നത്. അപ്പൊ 2y എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 11 - 3 8 ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ 2y എന്ന് പറയുന്നത് 8 ഈക്വൽ ആണെങ്കിൽ y എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും സ്റ്റുഡൻസ് വരിക? 4 ഈക്വൽ ആയിരിക്കും വരിക അല്ലെ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള കാൽക്കുലേഷൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? മെന്റലിയും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ സ്റ്റുഡൻസ്.